നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ജനുവരി മാസം 13-ാം തീയതി 1200-ാം ആണ്ട് ധനുമാസം 29-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രത്തിലുപരി ഇന്ന് പൗർണമി ദിവസമാണ്. പൗർണമി എന്ന് പറയുമ്പോൾ ഒരു മാസത്തിൽ ഒരു ദിവസമേ വരത്തുള്ളൂ. പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന ദിവസമാണ്. അന്ന് തിങ്കളാഴ്ചയും കൂടിയാണ്. തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ ദിവസവും കൂടിയാണ്. ചന്ദ്രൻ്റെ ദിവസം തന്നെ ചന്ദ്രൻ പൂർണ്ണമായി നിൽക്കുന്ന ഒരു അപൂർവം മാസങ്ങളിൽ ഒരു മാസമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ത് ശുഭകാര്യത്തിനും അനുകൂലപ്രദമാണ്. നമുക്ക് എന്ത് കാര്യത്തിന് വേണോ എടുക്കാം. ശരിക്കും മുഹൂർത്തങ്ങൾ കുറവാണെങ്കിൽ പോലും പൗർണമിക്കുള്ള പ്രത്യേകത അന്ന് പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന ദിവസമാണ്. ഏറ്റവും ശോഭനമായ ദിവസമാണ്. ഏറ്റവും പോസിറ്റീവ് എനർജിയുള്ള ദിവസമാണ്. അതുകൊണ്ടാണ് പൗർണമി ദിവസം നമ്മൾ ചില പൂജാതി കർമ്മങ്ങൾ ചെയ്യാം. പൗർണമി പൂജ വീട്ടിൽ തന്നെ പരദേവതയ്ക്ക് പടുക്കയിട്ട് പരദേവതയെ ആരാധിക്കാൻ വേണ്ടി പൗർണമി ദിവസമാണ് തിരഞ്ഞെടുക്കണേ. കാരണം അന്ന് ദേവതയ്ക്കെല്ലാം ശക്തിയുള്ള ദിവസമാണ്. അതേപോലെ തന്നെ ചന്ദ്രന് ആകർഷണ ശക്തി ഏറ്റവും കൂടുതലുള്ള ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. അതുകൊണ്ട് ഈ ദിവസമാണ് നമ്മൾ കല്ലൊക്കെ ഈ രത്നങ്ങൾ ധരിക്കുന്നവർ രത്നമൊക്കെ ശുദ്ധി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ദിവസം. പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന ദിവസം കല്ലെല്ലാം ഈ കയ്യിലിടുന്ന കല്ലുകളെല്ലാം കൂടി എടുത്ത് കഴുകി പച്ചപ്പാലിലിട്ട് രാത്രി മൊത്തം വച്ചിരുന്നാൽ ഈ കല്ലിലുള്ള നെഗറ്റീവ്സ് മൊത്തം പാൽ ആഗിരണം ചെയ്യും. അത് ചന്ദ്രൻ്റെ പവർ കൊണ്ടാണ്. അവിടെ ഒരു രാസപ്രവർത്തനം നടക്കുകയാണ്. അത്രയ്ക്ക് ശക്തിയുണ്ട് ചന്ദ്രന്. കാരണം ചന്ദ്രൻ്റെ ശക്തിയാണ് ഇത്രയും ഭൂമിയുടെ 2/3 ഭാഗമുള്ള കടലിനെ വരെ വലിച്ച് കയറ്റാനുള്ള ശക്തി, വേലിയിറക്കം ഉണ്ടാക്കാനുള്ള ശക്തി ചന്ദ്രനുണ്ട്. അപ്പോൾ നോക്കിക്കൊള്ളുന്ന ഒരു ഗ്രഹത്തിന് എന്തുമാത്രം പവറുണ്ടെന്ന്. അപ്പോൾ അത്രയും ശക്തമായിട്ടുള്ള ഒരു ദിവസവും കൂടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ശുഭകാര്യങ്ങൾക്കും ഇന്ന് കൊള്ളാം. മാത്രമല്ല തിരുവാതിര നക്ഷത്രം, ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക്, ധനുമാസത്തെ തിരുവാതിരയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ധനുമാസത്തിലെ തിരുവാതിര എന്ന് പറയുമ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒരു തിരുവാതിരയാണ്. ഈ മാസത്തിൽ 2 വരുന്നുണ്ട്. അപ്പോൾ തിരുവാതിര ധനുമാസത്തിൽ 2 ഉണ്ടായിരുന്നത് കൊണ്ട് അതിന് പ്രാധാന്യം, രണ്ടാമത്തേന് പ്രാധാന്യം കുറഞ്ഞു. കാരണം കുറച്ച് സമയം തിരുവാതിരയേ ഉള്ളൂ. തിരുവാതിര ആളുകൾ വ്രതം നോക്കുന്നത് തിരുവാതിര ഈ ധനുമാസത്തിലാണ് മഹാദേവൻ തിരുവാതിര നക്ഷത്രത്തിൽ അവതാരം എടുത്തത്. ധനുമാസത്തിലാണ് കുറേ പ്രത്യേകതയുണ്ട്. പാലാഴി കടഞ്ഞതും ധനുമാസത്തിലാണ്. മഹാദേവൻ കാളകൂട വിഷം കുടിച്ചത് ഇതെല്ലാം ഈ ധനുമാസത്തിലാണ്. ഇപ്പോൾ ധനുമാസത്തിന് വളരെ പ്രാധാന്യമുള്ള മാസമാണ്. അതേപോലെ തന്നെ ഈ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഏറ്റവും ഐശ്വര്യ സൂചകമായ ഒരു വർഷമാണ്. അവരാഗ്രഹിക്കുന്നതെല്ലാം നടക്കുന്ന ഒരു വർഷമെന്ന് വേണമെങ്കിൽ പറയാം. സന്തോഷപ്രദമായ അവസ്ഥകൾ അവർക്ക് വരും. സാധാരണ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ, വീട് പൂർത്തിയാവാതെ വിഷമിച്ച് നിൽക്കുന്നവർ, വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, ഇവർക്കെല്ലാം അനുകൂലപ്രദമായ ഒരു കാലയളവാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ഐശ്വര്യബലത്തെ പ്രദാനം ചെയ്യുന്ന സമയമാണ്. വളരെ പുരോഗതിയെ കൊടുക്കുന്ന കാലഘട്ടമാണ്. ഇതെല്ലാം ജാതക പ്രകാരം നിൽക്കുന്ന കാലയളവാണ്. അപ്പോൾ പുരോഗതിക്കും ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഒക്കെ ഇടവരുന്ന അവസ്ഥാവിശേഷം ഉള്ള സമയം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യത്തിനും ഇറങ്ങിക്കൊള്ളുക. പ്രത്യേകിച്ച് വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർ, വിദേശത്ത് പഠിക്കാനായിട്ട് പോകുന്ന കുട്ടികൾക്ക് ഒക്കെ കൊള്ളാവുന്ന കാലഘട്ടം തന്നെയാണ്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നിങ്ങൾ നല്ല ദിവസമാണ് എങ്കിലും നമുക്ക് രാവുകാല സമയം നോക്കി വേണം പോകാൻ. 8:15 തൊട്ടാണ് രാവുകാലം സ്റ്റാർട്ട് ചെയ്യണേ. 7:00 മുതൽ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 45 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ശരിക്കും രാവുകാലം സ്റ്റാർട്ട് ചെയ്യണത്. അത് 7:30 മുതൽ 9 വരെ എന്ന് വച്ചിട്ടുണ്ട്. 9:41 രാവുകാലം തീരത്തുള്ളൂ. അതുകൊണ്ട്
രാവുകാല സമയത്തിന് മുമ്പോ ശേഷമോ വേണം ഓരോ ശുഭകാര്യങ്ങൾക്ക് യാത്ര തിരിക്കാൻ. അതുപോലെ യമകണ്ഠകാല സമയവും ഗുളികകാലവും പൊതുവെ ഒഴിവാക്കി കളയുക. ഗുളികകാല സമയം 1:59 തൊട്ട് 3:25 വരെയും യമകണ്ഠകാല സമയം 11:07 മുതൽ 12:33 വരെയും ആണ് ഈ സമയം. ആകിലും ഒരു കാര്യത്തിന് എടുക്കണ്ട. ഇന്നും അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:09 തൊട്ട് 12:57 വരെയാണ്. അതുപോലെ ഇന്നത്തെ ദിവസവും നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ശുഭ്രവസ്ത്രം ധരിച്ച്, വെളുത്തതോ അല്ലെങ്കിൽ പേളിൻ്റെ കളറിലുള്ളതോ ആയിട്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഓരോ കാര്യത്തിന് പോവുക. നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി കൂടുതലായിട്ട് വരും. ചെയ്യുന്ന കാര്യങ്ങൾ അത്ര കണ്ട് ഭംഗിയായി തീരുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും പൗർണമി ദിവസവും കൂടിയാണ്. സർവ ഐശ്വര്യം ജീവിതത്തിൽ വെളിച്ചം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.